without a formal inauguration. And thus, I may invite Sri K. J. Kumar sir, retired IAS officer. Also, he's a great poet, lyricist, translator, and scriptwriter too. He's the director of Institute of Management, Kerala. And also he has served as the founding vice chancellor of Thunjat Ezhuthachan Malayalam University. It's our proud privilege to have you, sir, as our chief guest. With full respect and honor, I invite Sri Jayakumar sir to the event. Sir, please. Good morning, everybody. Sir. I'm happy to be part of this event. Is it necessary that one should talk in English? Not that I have any difficulty, but if there are no non-Malayali among the audience, as a matter of principle, I don't talk in English. If there is any non-Malayali among the audience, of course, I have no problem. Will the principal clarify that? Okay, sir. Any way of communication is acceptable. Non-Malayali. Is there any non-Malayali among the audience? ഇതുവരെ ഇങ്ങനെ അറിഞ്ഞിട്ടില്ല. നോൺ മലയാളി ഉള്ളതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. മലയാളികളല്ലാത്തത് ആരെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ മലയാളത്തിൽ പറയാതിരിക്കുന്നത് ശരിയല്ലെന്നാണ് പഴയ മലയാള യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ എന്നുള്ള നിലയ്ക്ക് എന്റെ പോളിസിയാണ്. തീർച്ചയായും സർ. അതേ സമയത്ത് ഒരു മലയാളം അറിഞ്ഞുകൂടാത്ത ഒരാളുണ്ടെങ്കിൽ we will definitely use the link language English. എഞ്ചിനീയറിംഗ് കുട്ടികളുടെ ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഞാൻ അതിനകത്ത് വന്നിട്ടില്ലെങ്കിലും അതിന് മുമ്പിൽ കൂടെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. കാരണം ഞാൻ തിരൂര് മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി 5 വർഷം ഇരിക്കുമ്പോൾ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ കൂടെ ആണല്ലോ അങ്ങോട്ട് പോകേണ്ടത്. ഇക്കാവിൽ നിന്ന് പിന്നെ കേച്ചേരി പോകുന്ന വഴിക്കാണിത് എന്ന് ഞാൻ മനസ്സിലാക്കി. പല പ്രാവശ്യം ഞാനിത് കണ്ടിട്ടുണ്ട്. ഏതായാലും ഇന്നവിടെ ഈ അദൃശ്യനായിട്ടാണെങ്കിലും അദൃശ്യ സാന്നിധ്യമായിട്ടാണെങ്കിലും നിങ്ങളുടെ കോളേജിൽ വരാൻ സാധിച്ചതിൽ സന്തോഷം. രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം തന്നെ വലിയൊരു വഴിത്തിരിവിലാണ് നിൽക്കുന്നത്. ആ സമയത്താണ് പല പല ഗ്ലോബൽ ആഗോളമായിട്ടുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠനം ആരംഭിക്കുന്നതും ഈ ദേശീയ വിദ്യാഭ്യാസ നയം 2020 അംഗീകരിക്കപ്പെട്ടത്. ഞാന് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് രംഗം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയൊന്നും വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനതിന് വലിയ പ്രാപ്തനുമല്ല. പക്ഷേ നിങ്ങളൊക്കെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം ആരംഭിക്കുന്ന സമയത്ത് നിലവിൽ വന്ന ദേശീയ വിദ്യാഭ്യാസ നയം എന്ത്, അതിന്റെ പൊതുവായിട്ടുള്ള സ്വഭാവം എന്ത്, സമീപനം എന്ത്, നിങ്ങളെപ്പോലുള്ള യുവാക്കളെ ബാധിക്കുന്ന അതിലെ പിന്നെ നിബന്ധനകളോ അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതകളോ എന്താണ്, എങ്ങനെയായിരിക്കും ഈ വിദ്യാഭ്യാസ നയം പൂർണ്ണമായി നടപ്പിലാക്കപ്പെടുമ്പോൾ അത് ഓരോ വിദ്യാർത്ഥിയെയും നമ്മുടെ ജീവിതത്തെയും അതെങ്ങനെ ബാധിക്കാൻ പോകുന്നു, ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനേ നമുക്ക് സമയമുള്ളൂ. ദേശീയ വിദ്യാഭ്യാസ നയം ഇതിനു മുൻപ് ഇത് ഓഗസ്റ്റിൽ അംഗീകരിക്കുന്നതിന് മുൻപ് ഒരു കരട് രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അന്ന് 450 പേജ് ഉണ്ടായിരുന്നു ആ കരട് രൂപം. അത് കുറേയൊക്കെ വായിക്കാൻ എനിക്ക് സാധിച്ചു, ചില ചർച്ചകളിലൊക്കെ പങ്കെടുത്തു. ഏതായാലും ആ കരട് രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട നയം ഫൈനൽ പോളിസിയായിട്ട് അംഗീകരിക്കപ്പെട്ടപ്പോൾ ഏറ്റവും രസകരമായും ഏറ്റവും ആശ്വാസകരമായത് 450 പേജുള്ള നിയമത്തിൽ കരടിൽ നിന്ന് അത് 64 പേജുള്ള ഒരു പോളിസിയായി മാറി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് നല്ല കാര്യം. കാരണം നമുക്ക് എങ്ങനെയെങ്കിലും വായിച്ചു പറ്റിക്കാം എന്നുണ്ട്. അല്ലെങ്കിൽ 450 പേജുള്ള നയമാണെങ്കിൽ ഇത് ആരും വായിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോ അങ്ങനെ 64 പേജുള്ള ഈ നയം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു നയം കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചു എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും മാറ്റം വിദ്യാഭ്യാസ മേഖലയിൽ വന്നുകൊള്ളണമെന്നില്ല. നയം എന്നത് ഗവൺമെന്റിന് മുമ്പോട്ട് പോകാനുള്ള ഒരു മാർഗനിർദ്ദേശമാണ്. ദ കോണ്ടോഴ്സ് ഓഫ് ചേഞ്ച്. എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് ജാഗ്രത പുലർത്തേണ്ടത്, ഏത് വിധത്തിലുള്ള സംവിധാനങ്ങളാണ് ഉണ്ടാകേണ്ടത്, നിലവിലുള്ള സംവിധാനങ്ങളെ എങ്ങനെയാണ് മാറ്റേണ്ടത്, എന്തായിരിക്കണം ലക്ഷ്യം,
ഇത് സമൂഹത്തിന്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള വൈജ്ഞാനികമായിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഈ നയം എങ്ങനെ സർക്കാരിന്റെ പദ്ധതികളെ സ്വാധീനിക്കും, ഈ നയത്തിലുള്ള ആശയങ്ങൾ പദ്ധതികളും പരിപാടികളുമായി രൂപപ്പെട്ടു വരുമ്പോൾ മാത്രമേ ഈ നയം പതുക്കെ പതുക്കെ അത് പ്രാബല്യത്തിൽ വരികയുള്ളൂ. അല്ലാതെ നയം വന്നു എന്നുള്ളത് കൊണ്ട്, നയം കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചു എന്നുള്ളത് കൊണ്ട് നാളെ മുതൽ എല്ലാം മാറുന്നു എന്നർത്ഥമില്ല. നയത്തിൽ തന്നെ മാറ്റങ്ങൾക്ക് ചില സമയപരിധികളും ഒക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നയം മനസ്സിലാക്കേണ്ടത് നമുക്ക് ആവശ്യം. കാരണം ഈ നയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇനി മുമ്പോട്ടുള്ള പദ്ധതികളിൽ വരുന്ന മാറ്റം. വിഭവം റിസോഴ്സ് അലോക്കേഷന്റെ കാര്യത്തിലും ഒക്കെ തന്നെ ഈ നയമായിരിക്കും കേന്ദ്ര ഗവൺമെന്റിനെ മുമ്പോട്ട് നയിക്കുന്നത്. അവരുടെ മാർഗദർശനമായിട്ടാണ് ഈ നയം രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഈ നയം എന്തിന് സാധ്യതകൾ എന്ത്, അതിനകത്തുള്ള അപകടങ്ങൾ എന്ത് എന്നെല്ലാം വളരെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കേണ്ടത് ഈ നയം കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളാനും അതിന്റെ പ്രയോജനം നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേടിയെടുക്കാനും ഈ നയത്തെ പറ്റിയുള്ള സമഗ്രവും ആഴത്തിലുള്ളതുമായ ഒരു പഠനം സഹായിക്കും. അതിനുള്ള ഒരു നാന്ദിയാകട്ടെ ഇന്നത്തെ ചർച്ച എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതുതായി ചേർന്ന കുട്ടികൾക്ക് ഒരുപക്ഷെ ഈ നയത്തിന്റെ പ്രാധാന്യമോ അല്ലെങ്കിൽ അതിനകത്തൊരു താല്പര്യമോ അവർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം പലപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ വരുന്ന അധ്യാപകനോ അല്ലെങ്കിൽ ആ സിലബസോ പരീക്ഷയോ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. എന്നാൽ ഈ നയം എന്ന് പറയുന്നത് കുട്ടികളെ പരീക്ഷയ്ക്ക് ജയിപ്പിക്കാനുള്ള നയമല്ല, നേരെ മറിച്ച് ഇന്ത്യയുടെ വിദ്യാഭ്യാസം എങ്ങനെ ഇരിക്കണം എന്നുള്ളത് നിയന്ത്രിക്കുന്ന ഒരു നയമാണ്. അതുകൊണ്ട് ഇന്ന് രാജ്യമെമ്പാടും ഈ നയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഓരോരുത്തരെയും ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ് ഒരു നയത്തിൽ സമഗ്രമായിട്ടുള്ള മാറ്റം വരുമ്പോൾ ഉള്ള ഒരു പ്രാധാന്യം. ഇതിനു മുൻപും വിദ്യാഭ്യാസ നയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ നയങ്ങളെക്കാളെല്ലാം വ്യത്യസ്തമായി ഏറ്റവും സമഗ്രവും ദൂരവ്യാപകവുമായിട്ടുള്ള ഫലങ്ങൾ ഉളവാക്കുന്നതാണ് ഈ ചർച്ച, ഈ നയത്തിലെ നിർദ്ദേശങ്ങൾ എന്നുള്ളതാണ് പറയേണ്ടത്. വിദ്യാഭ്യാസത്തെ ഏതൊരു ലക്ഷ്യത്തോടെയാണ് പരിവർത്തനപ്പെടുത്തേണ്ടത് എന്ന ഒരു ദർശനം ഈ നയത്തിലുണ്ട്. ആ ദർശനം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന 20-25 മിനിറ്റില് ആദ്യത്തെ ഒരു 10 മിനിറ്റ് എന്താണ് ഈ നയത്തിന്റെ പൊതുവായിട്ടുള്ള ദിശകൾ എന്ന് പറഞ്ഞതിന് ശേഷം ഈ നയം നമ്മൾ എങ്ങനെ ബാധിക്കുന്നു എന്ന് പിന്നെ 10 മിനിറ്റോ 15 മിനിറ്റോ സംസാരിക്കാമെന്ന് വിചാരിക്കുക. അപ്പോ ഈ നയം കാഴ്ചവെക്കുന്ന ഒരു വിദ്യാഭ്യാസ ദർശനം, എഡ്യൂക്കേഷണൽ വിഷൻ, അത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുമെങ്കിൽ ഈ നയം നമുക്ക് സ്വീകാര്യമായിരിക്കും. എന്താണ് ആ വിഷൻ? ആ വിഷനാണ്, അഭിപ്രായ വ്യത്യാസമുള്ള ചില വിഷൻ ഉണ്ട് അതിനകത്ത്. എന്താണ് ആ വിഷൻ? 21-ാം നൂറ്റാണ്ടിന്റെ ആശയാഭിലാഷങ്ങൾ സഫലമാക്കുന്നതിനുള്ള നൈപുണികൾ ആർജിക്കാൻ പര്യാപ്തമായ വിദ്യാഭ്യാസമാണ് നയം ലക്ഷ്യമിടുന്നത്. If I may read from the policy, it says, the gap between the current state of learning outcomes and what is required must be bridged through undertaking major reforms that bring the highest quality, equality, and integrity into the system from early childhood care and education through higher education. The aim must be for India to have an education system by 2040 that is second to none, with equitable access to the highest quality education for all learners regardless of social or economic background. The National Education Policy 2020 attempts to create a new system that is aligned with the aspirational goals of the 21st century. 21-ാം നൂറ്റാണ്ടിന്റെ ആശയ അഭിലാഷങ്ങളോട് പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം എന്നുള്ളതാണ് ഈ നയം അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതിന് അനുരൂപമായ നിലയിൽ ക്ലാസ് മുറിയിലും പാഠ്യപദ്ധതിയിലും അധ്യയന ശാസ്ത്രത്തിലും, ദാറ്റ് ഈസ് പെഡഗോഗിയിലും, സാങ്കേതിക വിദ്യയുടെ പ്രയോഗത്തിലും, അധ്യാപക പരിശീലനത്തിലുമെല്ലാം സമഗ്രമായിട്ടുള്ള മാറ്റമാണ് ഈ നയം മുമ്പോട്ട് വയ്ക്കുന്നത്. ഘടനാപരമായ മാറ്റങ്ങളും ഭരണപരമായിട്ടുള്ള, ദാറ്റ് ഈസ് സ്ട്രക്ചറൽ ചേഞ്ചസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസ് ഈ നയം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രവുമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്വം നൽകുന്ന ഒരു സമീപനമാണ് ഈ നയം മുമ്പോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി ആണല്ലോ എല്ലാം തീരുമാനിക്കുന്നത്. പരീക്ഷ എപ്പോൾ നടത്തണമെന്നും എന്തായിരിക്കണം ചോദ്യപേപ്പർ എന്നും ആരായിരിക്കണം പേപ്പർ വാല്യൂ ചെയ്യുന്നത് എല്ലാം തീരുമാനിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഒരു എന്താ പറയേണ്ടത്, ഒരു വീട് പണി ചെയ്യുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് പലപ്പോഴും തോന്നുന്നത്. ഇപ്പൊ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നന്നായില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, അതെന്ത് ചെയ്യാനാണ്? യൂണിവേഴ്സിറ്റിയുടെ സിലബസ് അല്ലേ. അത്തരത്തിലുള്ള
ഹെൽപ്ലെസ്നെസ് പറയാനുള്ള അവസരം ഇതെടുത്ത് കളയുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്ന ഒരു സമീപനമാണ്. ഭാരതീയമായ മൂല്യവ്യവസ്ഥിതിയെ സമാദരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പരിവർത്തനത്തിന് വിദ്യാഭ്യാസം ആക്കണമെന്ന് നയം ശുപാർശ ചെയ്യുന്നു. നോളജ് സൊസൈറ്റിയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളത് ഞാൻ പിന്നീട് നമ്മുടെ ചർച്ചയിലേക്ക് വരുമ്പോൾ കടക്കാം. ഏറ്റവും പ്രധാനമായിട്ട് സ്കൂൾ വിദ്യാഭ്യാസത്തില് ഘടനാപരമായിട്ടുള്ള ഈ മാറ്റമാണ് പ്രധാനമായിട്ടുള്ള നിർദ്ദേശം. പിന്നെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ തന്നെ നമുക്ക് കോളേജുകളിലൊക്കെ ഓപ്ഷണൽസ് എടുത്ത് പല വിഷയങ്ങൾ മാറി മാറി പഠിക്കാനുള്ള സൗകര്യം സ്കൂൾ വിദ്യാഭ്യാസത്തിലും കൊടുക്കുന്നുണ്ട്. അതായത് സിലബസിന്റെ ഒരു കാർക്കശ്യം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ സയൻസ് സ്ട്രീമിലാണ് പഠിക്കുന്നതെങ്കിലും ഹ്യൂമാനിറ്റീസ് പഠിക്കാം, ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൽ പഠിക്കുന്നവരും വേണമെങ്കിൽ പഠിക്കാം എന്ന തരത്തിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ക്ലാസ് മുതൽ കൊടുക്കുന്നു എന്നുള്ളതാണ്, 8ാം ക്ലാസ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. പിന്നെ സിലബസിന്റെ ഭാരം കുറയ്ക്കണം എന്നാണ് ഇത് നിർദ്ദേശിക്കുന്നത്. പരീക്ഷ എന്ന് പറയുന്ന ഒരു വലിയ അധ്വാനത്തിലേക്ക് കുട്ടികളെ തള്ളിവിടുന്നതിന് പകരം നിരന്തരമായിട്ടുള്ള വിലയിരുത്തൽ, ഓരോ ഘട്ടത്തിലും വിദ്യാർത്ഥികളുടെ അറിവും നൈപുണ്യവും പരിശോധിക്കുന്ന കണ്ടിന്യൂസ് അസസ്മെന്റ് ആയിരിക്കണം വിദ്യാഭ്യാസ മേഖലയിൽ, സ്കൂൾ മേഖലയിൽ എന്നുള്ളത്. അതിനുവേണ്ടി ഒരു സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി സ്ഥാപിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ സ്കൂൾ മേഖലയിൽ ഈ നിർദ്ദിഷ്ട മാറ്റങ്ങൾക്ക് സമാന്തരമായി അധ്യാപക പരിശീലനത്തിൽ BEd ക്ലാസ്സുകളിൽ വ്യത്യാസം, അത് ഇന്റഗ്രേറ്റഡ് കോഴ്സാക്കി മാറുകയാണ്. BEd കോഴ്സിന് മെല്ലെ മെല്ലെ ഇപ്പോഴത്തെ BEd കോഴ്സ് ഇല്ലാതാവുകയും പിന്നെ പ്രത്യേക കഴിവും വൈഭവമുള്ള അധ്യാപകരെ സൃഷ്ടിക്കുന്ന പുതിയ ഇന്റഗ്രേറ്റഡ് കോഴ്സ്, ഗ്രാജുവേഷൻ കം BEd ഒന്നിച്ച് എടുക്കുന്ന ഒരു ഇന്റഗ്രേറ്റഡ് കോഴ്സിലേക്ക് പോകുന്നു. നല്ല അധ്യാപകരുണ്ടെങ്കിൽ അവർക്ക് സീനിയോറിറ്റി മാത്രം നോക്കാതെ പ്രത്യേക പരിഗണന കൊടുത്ത് അവർക്ക് പിന്നെ അവരുടെ കരിയറിൽ ഉയർത്തിക്കൊണ്ടുപോകാനും പരിശീലനം കൊടുക്കാനുമുള്ള കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ആശയപരമായി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ളത് തന്നെയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുമ്പോൾ ഇതെങ്ങനെ കലാശിക്കും എന്നുള്ളതിനെ പറ്റി വ്യാപകമായ ആശങ്ക ഇന്ന് നിലവിലുണ്ട്. ഞാനത് പിന്നീട് സംസാരിക്കാം. എന്നാൽ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ ടോപ്പിക് ഉന്നത വിദ്യാഭ്യാസമായതുകൊണ്ട് ഐ വിൽ നോട്ട് കോൺസെൻട്രേറ്റ് ഓൺ സ്കൂൾ എഡ്യൂക്കേഷൻ. ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോൾ ഇതിലും സമഗ്രമായിട്ടുള്ള മാറ്റങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് സർവകലാശാല വിദ്യാഭ്യാസം ലോക നിലവാരത്തിലേക്ക് ഉയർത്തണമെന്ന സ്വപ്നം ആണ് നയത്തിൽ പ്രധാനമായിട്ട് തെളിയുന്നത്. ഈ ലക്ഷ്യം എങ്ങനെ ഈ നയത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഞാൻ വായിക്കാം. ഹയർ എഡ്യൂക്കേഷൻ മസ്റ്റ് ഫോം ദ ബേസിസ് ഫോർ നോളജ് ക്രിയേഷൻ ആൻഡ് ഇന്നോവേഷൻ. ഹയർ എഡ്യൂക്കേഷൻ മസ്റ്റ് ഫോം ദ ബേസിസ് ഫോർ നോളജ് ക്രിയേഷൻ ആൻഡ് ഇന്നോവേഷൻ, thereby contributing to a growing national economy. The purpose of quality education is therefore more than the creation of greater opportunities for individual employment. It represents the key to more vibrant, socially engaged, cooperative communities and a happier, cohesive, cultured, productive, innovative, progressive and prosperous nation. ആ വാക്കുകളിൽ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ദർശനം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഒരു കൾച്ചർ, കൊഹീസീവ്, ഹാപ്പിയർ, പ്രൊഡക്റ്റീവ്, ഇന്നോവേറ്റീവ്, പ്രോഗ്രസീവ് ആൻഡ് പ്രോസ്പെറസ് നേഷൻ സൃഷ്ടിക്കണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാതലായ മാറ്റങ്ങൾ വരണം എന്ന പരമമായ സത്യം ഈ നയം തീർച്ചയായിട്ടും അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അതിനു വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ എന്താണ്? ഞാൻ പറഞ്ഞ പോലെ ഡയഗ്നോസിസിനെ പറ്റി നമുക്ക് എതിരഭിപ്രായം ഒന്നുമില്ല. എന്നാൽ പ്രിസ്ക്രിപ്ഷൻസ് ആർ കണ്ടസ്റ്റബിൾ. അത് ചോദ്യം ചെയ്യപ്പെടേണ്ട നിർദ്ദേശങ്ങളുണ്ട്, അതിലേക്ക് വരാം. ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല പരസ്പരം വിഘടിച്ചു കിടക്കുന്നു എന്നുള്ളതാണ് ഈ നയത്തിലെ ഒരു പ്രധാന കണ്ടെത്തൽ. അതിന് ഇപ്പോ എന്ന് വെച്ചാല് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഒരു യൂണിവേഴ്സിറ്റി, മെഡിക്കൽ എഡ്യൂക്കേഷൻ ഒരു യൂണിവേഴ്സിറ്റി, അങ്ങനെ പലതരത്തിലുള്ള സ്ഥാപനങ്ങൾ, UGC ഉണ്ട്, NAC ഉണ്ട് ക്വാളിറ്റി അഷുറൻസിന്, ഇതിന് അതുപോലെ തന്നെ AICTE ഉണ്ട്. അങ്ങനെ പല പല ബോഡികളിലൂടെയാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസം നിയന്ത്രിക്കപ്പെടുന്നത്. ഈ വ്യത്യസ്തമായ സ്ഥാപനങ്ങൾക്ക് ഒരു ഇന്റഗ്രേഷൻ വേണം എന്ന് പറയുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് രണ്ട് കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്. ഒന്ന്, മൾട്ടി ഡിസിപ്ലിനറി, ഒരേ കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന മൾട്ടി ഡിസിപ്ലിനറി ആയിരിക്കും നമ്മുടെ കാലഘട്ടത്തിലെ ഉന്നത വിദ്യാഭ്യാസം.
അതിനുവേണ്ടി മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ റിസർച്ച് യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും. നേരു എന്ന പേരോടുകൂടി ഈ നയം അംഗീകരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവുന്നത്. പിന്നെ കോളേജുകൾ എന്ന പദം പിന്നെ കോളേജുകൾ എന്നുള്ള പദം ഈ നയം കോളേജുകൾ എന്നുള്ള പദം തന്നെ ഈ നയം ഉപയോഗിക്കുന്നില്ല. നേരെ മറിച്ച് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് HEI കളാണ് പറയുന്നത്. 3 തരം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നയം അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ പ്രസക്ത ഭാഗം ഉദ്ധരിക്കാം. The new regulatory system envisioned in this policy will foster this overall culture of empowerment and autonomy to innovate, including by gradually phasing out the system of affiliated colleges over a period of 15 years through a system of graded autonomy, and to be carried out in a challenge mode. Each existing affiliating university will be responsible for mentoring its affiliated colleges so that they can develop their capabilities and achieve minimum benchmarks in academic and curricular matters, teaching and assessment, governance reforms, financial robustness, and administrative efficiency. ഈ വാചകം, ഈ പാരഗ്രാഫ് 10.12 എന്നുള്ള പാരഗ്രാഫ് നിങ്ങളെപ്പോലുള്ള കോളേജുകൾ ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. ഐ വിൽ കം ബാക്ക് ടു ഇറ്റ്. ഇതിനകത്ത് 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് അഥവാ യൂണിവേഴ്സിറ്റീസ് ഇനി അഫിലിയേഷൻ കൊടുക്കുന്നതല്ല ഓവർ എ പീരീഡ് ഓഫ് 15 years. നേരെ മറിച്ച് അതായത് സ്ഥാപനങ്ങൾ തന്നെ ഓട്ടോണമസ് ആകാൻ വേണ്ടി ഇപ്പോഴത്തെ സർവകലാശാലകൾ അവരെ മെന്റർ ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ സ്ഥാപനങ്ങൾക്ക് സ്വയം തീരുമാനമെടുക്കാൻ ഇപ്പോൾ അധികാരമില്ല, ഗവേഷണങ്ങൾക്ക് ഇപ്പോൾ അധികാരമില്ല, അതെല്ലാം യൂണിവേഴ്സിറ്റിയാണ് ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് യൂണിവേഴ്സിറ്റികളെ മാറ്റി നേരെ മറിച്ച് ആ സ്ഥാപനങ്ങൾക്ക് തന്നെ ഗ്രേഡഡ് ഓട്ടോണമി കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ബിരുദ വിദ്യാഭ്യാസം പലപ്പോഴായി പൂർത്തിയാക്കാം എന്ന ഒരു നിർദ്ദേശവുമുണ്ട്. നിങ്ങൾക്ക് എല്ലാ സെമിസ്റ്ററും ഒരുമിച്ച് തന്നെ തീർക്കണ്ട. 2 സെമിസ്റ്റർ കഴിഞ്ഞിട്ട് ജോലി ചെയ്യാൻ പോയിട്ടോ കല്യാണം കഴിക്കാൻ പോയിട്ടോ തിരിച്ചു വന്ന് വേണമെങ്കിൽ വിദ്യാഭ്യാസം തുടരാം എന്നാണ് പറയുന്നത്. ഒരു ഫ്ലെക്സിബിലിറ്റി. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു നിർദ്ദേശം, ഗവേഷണത്തിന് ഇപ്പോ ഗവേഷണങ്ങളെ നിയന്ത്രിക്കുന്നത് കൂടുതലും സർവകലാശാല തന്നെയാണ്, അവിടുത്തെ അക്കാഡമിക് കൗൺസിലാണ്. UGCക്ക് വളരെ ചെറിയ പ്രാധാന്യം മാത്രമേ അക്കാര്യത്തിലുള്ളൂ. എന്നാൽ ഇനി മുതൽ ഒരു നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ഉണ്ടായി വരും എന്നാണ് ഈ നയം പറയുന്നത്. അതിന്റെ അർത്ഥം, അതിനകത്ത് പറയുന്നത് ഈ പരസ്പരം റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന റിസർച്ച് തന്നെ വേറൊരു യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നുണ്ടാവും. അത്തരത്തിലുള്ള ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയും അത് ക്രമീകരിക്കുവാൻ വേണ്ടിയിട്ടും ഒരു നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ഉണ്ടാകും എന്നാണ്. അതിന് അപകടങ്ങളുമുണ്ട്. എന്ത് തരത്തിലുള്ള ഗവേഷണമാണ് നിങ്ങൾ നടത്തേണ്ടത് എന്ന് നിർദ്ദേശിക്കുന്ന തരത്തിൽ ഒരു ടോപ്പ് ഡൗൺ അഡ്മിനിസ്ട്രേഷനിലേക്ക് അത് നീങ്ങുമോ എന്ന ആശങ്കയും വിദ്യാഭ്യാസ വിചക്ഷണരും സാമൂഹ്യ പ്രവർത്തകരും എല്ലാം പങ്കുവച്ചിട്ടുണ്ട്. ഇനി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളെ ക്രോഡീകരിക്കുവാനും ക്രമീകരിക്കുവാനും ഏകോപിപ്പിക്കുവാനുമായി ഇപ്പൊ UGCയും AICTയുമാണ് ഉള്ളത് എങ്കിൽ അതിന് പകരമായി ഈ നയം ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ, ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ HECI എന്ന സംവിധാനത്തെ പറ്റി നയം പറയുന്നുണ്ട്. ആ സംവിധാനത്തിന് കീഴിൽ 4 സ്ഥാപനങ്ങൾ രൂപീകരിക്കും. ഒന്ന്, ദേശീയ വിദ്യാഭ്യാസ റെഗുലേറ്ററി കൗൺസിൽ, നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ. 2, നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ. ഇപ്പൊ തന്നെ NAC ഉണ്ട്, അത് ഇതിന്റെ കീഴിലാകുന്നു. പിന്നെ 3, ഹയർ എഡ്യൂക്കേഷൻ ഗ്രാന്റ്സ് കൗൺസിൽ. അതായത് ഇപ്പോഴത്തെ UGCയുടെ ഗ്രാന്റ് നൽകുക എന്ന ധർമ്മം ഈ HEGC എന്ന ആ സ്ഥാപനത്തിലേക്ക് മാറും. 4, പൊതുവിദ്യാഭ്യാസ കൗൺസിൽ, സ്കൂൾ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിലിലേക്ക്. അങ്ങനെ HECIയുടെ കീഴിലായിരിക്കും ഈ സംവിധാനങ്ങൾ. HECI എന്ന് പറയുന്നതാണ്, അത് പ്രധാനമന്ത്രി ആയിരിക്കും അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അതായിരിക്കും ഇനി മുതൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ ഭാഗധേയം നിർണ്ണയിക്കുന്ന ഏറ്റവും വലിയ ഡിസിഷൻ മേക്കിംഗ് ഫോറം. മറ്റൊരു പറയേണ്ടത് സേവന സന്നദ്ധതയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെ മികച്ച നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തുടങ്ങാൻ പ്രോത്സാഹിപ്പിക്കും.
ഓരോ സ്ഥാപനത്തെയും നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും പ്രഗത്ഭ വ്യക്തികളടങ്ങുന്ന ബോർഡ് ഓഫ് മാനേജ്മെന്റ് ആയിരിക്കുമെന്നും ഫീസ് നിശ്ചയിക്കുന്നതിനും മറ്റു മാനദണ്ഡങ്ങൾക്കും നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുമെന്നും ഈ നയം പറയുന്നുണ്ട്. പ്രധാനമായിട്ട് പറഞ്ഞു പോയാൽ ഒരുപാടുണ്ട്. 64 പേജ് നിങ്ങളോട് വായിക്കേണ്ട കാര്യമില്ല. യു മസ്റ്റ് ഹവ് ഗോട്ട് എ ജിസ്റ്റ് ഓഫ് or a flavor of what is the thrust of the national education policy. The thrust of the national education policy is that it attempts to create an education sector which is vibrant in the sense where private entrepreneursനും വിദ്യാഭ്യാസ സംരംഭകർക്കും നല്ല കോളേജുകൾക്കും എല്ലാം ഓട്ടോണമി കൊടുത്തുകൊണ്ട് പുതിയ സ്ഥാപനങ്ങളുടെ നിലവാരം ഉയർത്താനുള്ള നിർദ്ദേശങ്ങളും അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും കൊടുക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. മൾട്ടി ഡിസിപ്ലിനറി പഠനം പ്രോത്സാഹിപ്പിക്കും. ഒരേ സ്ട്രീമിൽ മാത്രം പഠിക്കാതെ മൾട്ടി ഡിസിപ്ലിനറി നിയമം പ്രോത്സാഹിപ്പിക്കും. പിന്നെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ കോഴ്സുകൾ തുടങ്ങുന്നതിന് ഈ നയം തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് ഇവിടെ പറയാം, പ്രൊഫഷണൽ എഡ്യൂക്കേഷനെ പറ്റി വലുതായിട്ടൊന്നും പറയുന്നില്ല ഈ നയം. പ്രൊഫഷണൽ എഡ്യൂക്കേഷനെ പറ്റി അധികം പറയുന്നില്ല. പക്ഷേ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും ഒക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുമെന്നും അതിനുവേണ്ടി പ്രത്യേകമായ ഫണ്ടിങ് ഉണ്ടാകുമെന്നും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും വളരെ അത്ര വ്യക്തമായി പറയുന്നില്ല. വിവിധ മേഖലകളെ കൂട്ടിയോജിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി, ഉദാഹരണത്തിന് ബയോടെക്നോളജി എന്നുള്ളത് ടെക്നോളജിയുമാണ് ബയോളജിയുമാണ് എന്ന് പറയുന്നത് പോലെ പലതരത്തിലുള്ള മേഖല, ആയുർവേദത്തിന്റെ മേഖലയിലായാലും ശരി, മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലായാലും ശരി, അവിടെയൊക്കെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആശയധാരകളെ സമന്വയിപ്പിക്കുന്ന where different disciplines talk to each other, അത്തരത്തിലുള്ള ഒരു നയം ആണ്, ഒരു സംഗതിയാണ് ഈ നയം പ്രോത്സാഹിപ്പിക്കുന്നത്. ഇന്ത്യ മസ്റ്റ്, നയം പറയുകയാണ്, പോയിന്റ് 20.6 എന്ന് പറയുന്ന പാരഗ്രാഫിൽ പറയുന്നു, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വിൽ ഓൾസോ എയിം ടു ബി ഓഫേർഡ് within multidisciplinary educational institutions and programs and have a renewed focus on opportunities to engage deeply with other disciplines. അതാണ് ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ്. India must also take the lead in preparing professionals in cutting-edge areas that are fast gaining prominence. Engineering colleges ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. India must take the lead in preparing professionals in cutting-edge areas that are fast gaining prominence, such as artificial intelligence, 3D machining, big data analysis, and machine learning. In addition to genomic studies, genomic studies, biotechnology, nanotechnology, neuroscience, with important applications to health, environment, and sustainable living that will be woven into undergraduate education for enhancing the employability of the youth. ഇങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കാനും സ്വപ്നം കാണാനുമെല്ലാം ഈ നയം നമ്മളെ പ്രാപ്തരാക്കുന്നുണ്ട്. അഥവാ ഗവൺമെന്റ് അങ്ങനെ ചിന്തിക്കും എന്ന് നയം ചിന്തിക്കണം എന്ന് നയം സർക്കാരിനോട് പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ സമയം കൂടുതലായി. ഞാനിതിനകത്ത് അവസരങ്ങളെ പറ്റി പറയാം. നിങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങളുടെ അവസരങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോ ഓട്ടോണമി, ഇപ്പോ സെൽഫ് ഫൈനാൻസിങ് തന്നെ കേരളത്തിലെ സമൂഹം പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. അത് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ സെൽഫ് ഫൈനാൻസിങ് സ്ട്രീം ഈസ് എ വെരി റോബസ്റ്റ് സ്ട്രീം ഇൻ എഡ്യൂക്കേഷൻ. ഇവിടെ അതിന് മുകളിലാണ് പറയുന്നത്, ഇനി ഇപ്പൊ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സ്വയംഭരണ അവകാശം കൊടുക്കും എന്ന് പറയുമ്പോൾ ഓട്ടോണമി പ്രധാനപ്പെട്ട ഇപ്പൊ മഹാരാജാസ് കോളേജിനും യൂണിവേഴ്സിറ്റി കോളേജിനും ഒക്കെ തന്നെ ഓട്ടോണമി കൊടുത്തപ്പോൾ പോലും പ്രൈവറ്റ് കോളേജുകൾക്ക് തിരുവനന്തപുരത്ത് മാറിവാനൂസിൽ അവിടെ വിമല കോളേജ്, അല്ലെങ്കിൽ സെന്റ് തെരേസസ് ഒക്കെ ഓട്ടോണമസ് കോളേജസ്, ആ കോളേജുകൾക്ക് ഓട്ടോണമി കൊടുത്തപ്പോൾ തന്നെ കേരളത്തിൽ രാഷ്ട്രീയമായ വലിയ എതിർപ്പുണ്ടായി. ആ എതിർപ്പിന്റെ ന്യായാന്യായങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഈ നയം അതിനേക്കാൾ എത്രയോ കാലം മുമ്പോട്ട് പോയിട്ട് പറയുന്നത്, ഇനി യൂണിവേഴ്സിറ്റികൾ കോളേജുകളെ അഫിലിയേറ്റ് ചെയ്യുകയില്ല ഇൻ ദ നെക്സ്റ്റ് 15 years. പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പിന്നെ ആര് ഡിഗ്രി കൊടുക്കും? ആരാണ് ഇതിന്റെ കരിക്കുലം തീരുമാനിക്കാൻ പോകുന്നത്? ആരാണ് പരീക്ഷ നടത്താൻ പോകുന്നത്? ഈ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഓട്ടോണമസ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ പരീക്ഷ നടത്തുന്നതും സിലബസ് തീരുമാനിക്കുന്നതും എല്ലാം തന്നെ ആ സ്ഥാപനങ്ങൾ തന്നെ ആയിരിക്കും. അതിലൊരു തെറ്റുമില്ല, പ്രൊവൈഡഡ് that institution has the internal robustness and commitment and academic caliber to carry out these reforms. നിങ്ങളെ പോലുള്ള സ്ഥാപനങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും ആശങ്കയില്ല. എന്നാൽ ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ വിദ്യാഭ്യാസ കച്ചവടക്കാർ ഇറങ്ങി നടക്കുന്ന സ്ഥലത്ത് ഈ ഓട്ടോണമി എങ്ങനെ കലാശിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. വളരെ ഉൾനാടുകളിലുള്ള ഉൾനാടുകളിൽ
ഇപ്പോൾ തന്നെ വളരെ മോശമായി നടക്കുന്ന സർക്കാർ കോളേജുകളും എയ്ഡഡ് കോളേജുകളും, അവിടെ എയ്ഡഡ് കോളേജുകളിലെ പ്രൈവറ്റ് കോളേജുകളും ഒക്കെ തന്നെ ഈ ഓട്ടോണമി വന്നു കഴിയുമ്പോൾ അത് ഓട്ടോണമി ആയിരിക്കുമോ ലോലെസ്നെസ് ആയിരിക്കുമോ ഉള്ളതിനെ പറ്റി നമുക്ക് ആശങ്കയുണ്ട്. കേരളത്തിലെ സ്ഥാപനങ്ങളിൽ അത്രത്തോളം ആശങ്കയില്ല. ഓട്ടോണമി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയുടെ ചില നിയന്ത്രണങ്ങളിൽ നിന്ന് പുറത്തു വന്ന് സ്വതന്ത്രമായി ചിന്തിക്കുവാനും വിദ്യാഭ്യാസ രജിസ്ട്രേഷനെയും ആ മേഖലയിൽ പ്രധാനപ്പെട്ട ആളുകളെയും ഒത്തുചിരുത്തി പുതിയ പുതിയ കോഴ്സുകൾ രൂപീകരിക്കുവാനും ഒക്കെ തന്നെ നിങ്ങളെ പോലുള്ള സ്ഥാപനങ്ങൾക്ക് സാധിക്കും. എന്നാൽ ഇതിന് സാധിക്കാതെ പോകുന്ന സ്ഥാപനങ്ങൾ വിൽ ബി ലെഫ്റ്റ് ഔട്ട് ഇൻ ദിസ് കോമ്പറ്റീഷൻ. ഇതിനകത്ത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയത്തെ ഈ നയം അങ്ങനെ വ്യക്തമായി പറയുന്നില്ലെങ്കിൽ പോലും ആ നയത്തിന്റെ വരികൾക്കിടയിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ദിസ് പോളിസി trying to bring out the excellence in education and create educated youth who are willing to undertake the technological challenges of the 21st century definitely highlights the need for higher quality in education. ആ ക്വാളിറ്റി അച്ചീവ് ചെയ്യുന്നതിന് ഈ നയം ഇപ്പോൾ മുമ്പോട്ട് വച്ചിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻസ് പര്യാപ്തമാണോ എന്നുള്ള കാര്യത്തിലാണ് ഞങ്ങളെപ്പോലുള്ള വിദ്യാഭ്യാസത്തെ പറ്റി വിചാരിക്കുന്നവർക്കുള്ള ആശങ്കകൾ പ്രധാനമായും. ഇത് സമൂഹത്തിൽ തന്നെ ഒരു പോളറൈസേഷനിലേക്ക് കൊണ്ടുപോകുമോ? ഇപ്പോ അംബാനിക്ക് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാകാൻ പോകുന്നതിനെ പറ്റിയും അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എക്സലൻസ് ആയിരിക്കും എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചു. അത്തരത്തിലുള്ള വലിയ വ്യവസായ സ്ഥാപനങ്ങൾക്ക് വലിയ വലിയ MIT പോലെയോ അല്ലെങ്കിൽ വളരെ വലിയ സ്ഥാപനങ്ങൾ തുടങ്ങാനും അവിടെ ആഗോള പ്രശസ്തരായിട്ടുള്ള അധ്യാപകരെ കൊണ്ടുവരാനും അതിന് ആനുപാതികമായിട്ടുള്ള വൻപിച്ച ഫീസ് വാങ്ങിക്കാനും അങ്ങനെ മികച്ച ഇന്റർനാഷണലി കോമ്പറ്റന്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ ഒരുപക്ഷെ വളരെ സമ്പന്നന്മാരായിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് സമ്പന്നതയുള്ള സ്ഥാപനങ്ങൾക്ക് സാധിക്കും. അവിടത്തേക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വിദ്യാർത്ഥികളെ ആകർഷിക്കുവാനും സാധിക്കും. സോ ദേ വിൽ ബിക്കം ക്രീമി ലെയർ എന്ന് പറഞ്ഞ വളരെ വളരെ എന്താണ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വേൾഡ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ രാജ്യത്തുണ്ടായി വരാൻ ഈ നയം തീർച്ചയായിട്ടും സഹായിക്കും. അതിന് നമുക്ക് എതിരെ അഭിപ്രായമില്ല. പക്ഷേ ദാറ്റ് വിൽ ക്രിയേറ്റ് സം കൈൻഡ് ഓഫ് എ സോഷ്യൽ പോളറൈസേഷൻ. ബിക്കോസ് ആ വിദ്യാഭ്യാസം ആർക്കാണ് അഫോർഡ് ചെയ്യാൻ സാധിക്കുന്നത്? ഓൺലി ഫോർ ദി പീപ്പിൾ ഹു ആർ ഇക്കണോമിക്കലി വെൽ ഓഫ്, ഇല്ലേ? അവർക്ക് മാത്രമേ അത് അഫോർഡ് ചെയ്യാൻ സാധിക്കൂ. അതിനെ കിടപിടിക്കുവാൻ നമ്മുടെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും സാധിക്കുമോ? സാധിക്കണമെന്നാണ് ഈ നയം പറയുന്നത്. പക്ഷെ എങ്ങനെ സാധിക്കും? ആ സാധിക്കാനുള്ള സാങ്കേതികമോ സാമ്പത്തികമോ ആയിട്ടുള്ള പിൻബലം ഗവൺമെന്റ് കൊടുക്കുമോ എന്നുള്ളത് കണ്ടറിയണം. പക്ഷെ കേരളത്തിലെ ഈ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജ് പോലുള്ള സ്ഥാപനങ്ങൾക്ക് ഇതൊരു അവസരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പുതിയ പുതിയ എമർജിങ് ഏരിയാസില് ഹൊറൈസണിൽ നിൽക്കുന്ന ഏരിയാസില് ന്യൂ ഹൊറൈസൺസ് കണ്ടെത്തി ആ നല്ല നല്ല കോഴ്സുകൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ വലിയ ഉപദ്രവമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യാനും നല്ല രീതിയിൽ ആ കോഴ്സുകൾ നടത്തിക്കൊണ്ടു പോകാനും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് നിങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങൾക്ക് ഒരു വലിയ അവസരമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? പീപ്പിൾ ഹു ആർ കമ്മിറ്റഡ് ടു എഡ്യൂക്കേഷണൽ വാല്യൂസ്, പീപ്പിൾ ഹു ഹാവ് certain ethics, follow certain ethics in education, people who are aware, managements which are aware about the social dimensions or social divisions in our society, economic divisions in our society. അങ്ങനെയൊക്കെയുള്ള meeting. Thank you. ഒരുപോലെ അധികാരമുള്ള ഒന്നാണ് വിദ്യാഭ്യാസം. അപ്പൊ അതുകൊണ്ട് ഈ നയം പ്രാവർത്തികമാക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റുകൾ ഇതിൽ എന്തൊക്കെ കൂട്ടിച്ചേർക്കലുകളും കിഴിക്കലുകളും ഉണ്ടാക്കും എന്നുള്ള കാര്യം ഇപ്പൊ നമുക്ക് അറിഞ്ഞുകൂടാ. ഇന്ത്യ പോലെ വിഭിന്നതകൾ ഒരുപാടുള്ള, വ്യത്യാസങ്ങൾ ഒരുപാടുള്ള, വൈജാത്യങ്ങൾ ഒരുപാടുള്ള ഒരു രാജ്യത്ത് എന്താ പറയേണ്ടത്, ഒരു മോണോലിത്തിക് ആയിട്ടുള്ള ഒരു പോളിസി നടപ്പിലാക്കാൻ സാധ്യമല്ല, പ്രായോഗികവുമല്ല. പ്രത്യേകിച്ച് വിദ്യാഭ്യാസം പോലെ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന, സംസ്ഥാന ഗവൺമെന്റുകൾക്കും തുല്യ അവകാശമുള്ള ഒരു വിഷയം കേന്ദ്ര ഗവൺമെന്റ് എത്ര കർക്കശമായ നയം കൊണ്ടുവന്നാലും ആ അർത്ഥത്തിൽ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റുകളുടെ പൂർണ്ണമായിട്ടുള്ള സഹായവും സഹകരണവും പങ്കാളിത്തവും ഇല്ലാതെ ഈ നയം ഏകപക്ഷീയമായി നടപ്പിലാക്കുകയാണെങ്കിൽ അത് വിദ്യാഭ്യാസ മേഖലയിൽ ഒരുതരം എലീറ്റിസം, സെൻട്രലി സ്പോൺസേഡ് എലീറ്റിസം ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ എന്നും ഞാൻ ഭയക്കുന്നു. മാത്രവുമല്ല, ഓരോ സംസ്ഥാനവും, എല്ലാ സംസ്ഥാനങ്ങളും ഈ നയത്തോട് വൈകാരികമായും വൈചാരികമായും ബന്ധപ്പെട്ടുകൊണ്ട്
ഈ നയത്തെ അംഗീകരിച്ചുകൊണ്ട് ഈ നയം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ നന്നാക്കാൻ നല്ലതാണ്, അത് ഉപകാരപ്പെടും എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി ഈ നയത്തിന്റെ ഇംപ്ലിമെന്റേഷനിൽ നടപ്പിലാക്കലിൽ പങ്കെടുത്തില്ല എങ്കിൽ ദിസ് പോളിസി കുഡ് എന്ന് ഞാൻ പറയുന്നുള്ളൂ, അങ്ങനെ ആകാം, could disturb the existing equilibrium and may not arrive at a new equilibrium. സംസ്ഥാനങ്ങൾ എല്ലാം ഇതിനകത്ത് പങ്കാളികളായില്ല എങ്കിൽ ഈ നയത്തിന്റെ ഇംപ്ലിമെന്റേഷൻ might result in asymmetry, ഒരു സിമെട്രി ഇല്ലായ്മ ഉണ്ടാകാം. നേരെ മറിച്ച് നയം ലക്ഷ്യമിടേണ്ടത് എന്താണ്? ഈ രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലെയും വിദ്യാഭ്യാസ നിലവാരം ഒരേപോലെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ നയം പ്രാപ്തമാകണം. അതിനുള്ള കാര്യമെല്ലാം ഈ നയത്തിലുണ്ട്. ഇനി നയം എത്ര നല്ലതായാലും ശരി, അത് എങ്ങനെ നടപ്പിലാക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇത് നയത്തിനെ പറ്റിയുള്ള ആശങ്കകളെക്കാൾ ഇതെങ്ങനെ നടപ്പിലാക്കപ്പെടുമെന്നുള്ള ആശങ്കയും ഇന്ന് വിദ്യാഭ്യാസ ലോകം പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെ ഗൗരവമായി എടുത്തിട്ടുള്ള മാനേജ്മെന്റുകളും ഓൺടർപ്രണേഴ്സും വിദ്യാഭ്യാസ വിശിഷ്ടരും ഈ നയത്തിൽ നിന്ന് നയത്തിന്റെ നന്മ ഉൾക്കൊണ്ടുകൊണ്ട്, നയത്തിലെ നല്ല നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ പുതിയ മാറ്റങ്ങൾ സ്വീകരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. കേന്ദ്ര ഗവൺമെന്റ് ഇത് ഏകപക്ഷീയമായി നടപ്പിലാക്കുകയില്ല എന്നും സംസ്ഥാനങ്ങളെയും മറ്റുള്ളവരെയും ഇതിനകത്ത് ഭാഗഭാക്കാക്കിക്കൊണ്ട് ഒരു കൺസെൻസ്വൽ അപ്രോച്ച് ആയിരിക്കും അവരിതിനകത്ത് കൈക്കൊള്ളുക എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതല്ല എങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു എ ഫ്രാഗ്മെന്റഡ് എക്കണോമിക് എഡ്യൂക്കേഷണൽ മൊസൈക്ക് ഇൻ ദ കൺട്രി എന്ന് ഇത്രയും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഇത്രയേറെ ഉച്ചനീചത്വങ്ങളും വ്യത്യാസങ്ങളും നിലവിലിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു ഹോമോജീനസം, ഇപ്പൊ യൂറോപ്പ് പോലൊരു ഹോമോജീനസ് സൊസൈറ്റിയിലാണെങ്കിൽ ഈ നയത്തിന് ഒരു പ്രശ്നവുമില്ല, ഇത് അങ്ങനെ തന്നെ നടപ്പിലാക്കാൻ സാധിക്കും. എന്നാൽ ഇന്ത്യ പോലെ ഇത്രയും വെറൈറ്റി, ഇത്രയും ഹെറ്ററോജീനൈറ്റി, ഒരു വൈജാത്യങ്ങൾ നിലവിലിരിക്കുന്ന ഒരു സമൂഹം, where economic disparity is still a problem to reckon with, where poverty is still a problem to reckon with. ഇപ്പോഴും സ്കൂൾ മേഖലയിൽ 100% പിന്നെ റിറ്റൻഷനോ അല്ലെങ്കിൽ എൻറോൾമെന്റോ പോലും നടപ്പിലാക്കപ്പെടാത്ത, ഇപ്പോഴും 50%-ലേറെ ആളുകൾ നിരക്ഷരരായിട്ടുള്ള ഒരു ഭാരതത്തിൽ ഈ നയം നടപ്പിലാക്കപ്പെടുമ്പോൾ will it accentuate, will it augment the existing disparities, or will it create a more harmonious society where social differences have been addressed? അതാണ് ഈ നയത്തിനെ പറ്റിയുള്ള ആശങ്ക. പിന്നെ ഈ പറഞ്ഞതുപോലെ ഏത് നയവും അത് നടപ്പിലാക്കുന്നത് പോലെ നല്ലതോ ചീത്തയോ ആണ്, ഇത് നല്ല രീതിയിൽ നടപ്പിലാക്കപ്പെടും എന്ന് നമുക്ക് വിചാരിക്കാം. റോയൽ എഞ്ചിനീയറിംഗ് കോളേജ് പോലുള്ള സ്ഥാപനങ്ങൾ ഇതിന്റെ പ്രയോജനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇതിന്റെ മെച്ചം നേടിക്കൊടുക്കാനുള്ള നയപരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകേണ്ട അവസരമാണ് ഇതെന്നും മാറ്റങ്ങളുടെ ഒരു ത്രഷോൾഡിലാണ് നമ്മുടെ വിദ്യാർത്ഥികൾ നിൽക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നയത്തെ തള്ളിക്കളയുകയല്ല, ഈ നയത്തെ വളരെ ജാഗ്രതയോടുകൂടി നടപ്പിലാക്കി ഇതിന്റെ ഗുണങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സമൂഹത്തിനും നേടിക്കൊടുക്കാനുള്ള കർമ്മപരിപാടിയുമായി റോയൽ എഞ്ചിനീയറിംഗ് കോളേജ് മുമ്പോട്ട് പോകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ നിർത്തുന്നു.